ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു കിടിലൻ ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി മസാലയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് ലഞ്ചിനും ഡിന്നറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മസാലയിൽ പൊതിഞ്ഞ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയക്കൂറയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് ഫിഷിലും ട്രൈ ചെയ്യാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 15 to 20 വരെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം പീസ് ഇഞ്ചിയുടെ കഷ്ണം, വെളുത്തുള്ളി ഒരു 10-15 അല്ലി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്ത ഈ മസാലനെ നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റിലോട്ട് നമുക്കിനി ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. കാരണം നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്താൽ നല്ല എരിവായിരിക്കും, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർക്കാം. ഇനി നേരത്തെ ഗ്രൈൻഡ് ചെയ്ത മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ, ഈ ഒരു പാകത്തിൽ. ഇനി നമുക്ക് ഫിഷിനെ മാരിനേറ്റ് ചെയ്യാം. ഈ മാരിനേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് 1-2 ടീസ്പൂൺ മസാല മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി മസാലയൊക്കെ അവിടെ തന്നെ വെക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് മാത്രം മസാല വെച്ചിട്ട് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഫിഷും ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് എല്ലാ മീനും കുറച്ച് മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അധികം നേരം വെക്കണമെന്നില്ല. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എണ്ണ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത ഫിഷൊക്കെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിനൊരു 3 to 7 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ആ സൈഡ് കുക്കായിട്ടുണ്ടാവും. ഇനി ഒരു 3 to 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഓപ്പോസിറ്റുള്ള സൈഡും മറിച്ചിടുന്നുണ്ട്. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം ഓയിൽ തന്നെയാണ് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഓയിൽ ചൂടാകുമ്പം നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാല നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ ആകെ 2 ടീസ്പൂൺ മസാല എടുത്തിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് മസാലയും ഇതിലോട്ടേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഈ മസാലേൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നല്ലപോലെ എണ്ണ തെളിയും വേണം. ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് നല്ലൊരു ഡാർക്ക് റെഡ് ആവും വേണം.
അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത എല്ലാ മീനും ഇതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മസാലേനെ എല്ലാ മീനിലോട്ടേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്താക്കണം. മാക്സിമം ഫിഷിൻ്റെ എല്ലായിടത്തും കവർ ചെയ്യുന്ന തരത്തിൽ ചെയ്യണേ. ഇങ്ങനെ മറിച്ചിടുമ്പം ഓപ്പോസിറ്റ് സൈഡ് നല്ലപോലെ കൊട്ടായി കിട്ടും. ഞാനൊരു സ്പൂണ് യൂസ് ചെയ്തിട്ട് അടിയിലത്തെ മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും മസാല കോട്ട് ചെയ്യുന്നുണ്ട്. ഈ മസാല ഇപ്പം എല്ലാ ഫിഷിലും നല്ലപോലെ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മസാലയിൽ പൊതിഞ്ഞ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.